7 വർഷം മുന്നേ ഗോവ വന്നപ്പം കയറിക്കൂടി ഒരു ആഗ്രഹമായിരുന്നു, ഗോവ വന്നിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണമെന്ന്. ടിൻസോന്റെ ആഗ്രഹം നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. പണം പോട്ടെ, വരട്ടെ. പെവർ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോബ്രോ. ഞാനാണ് നിങ്ങളുടെ അഖിത. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പഴയ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഇത് 4ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഗോവയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സൗത്ത് ഗോവയിൽ നിന്ന് സെൻട്രൽ ഗോവയിലോട്ട് പോവാണ്. അവിടെ ഞങ്ങൾ പോയി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ, എൻ്റെ 7 വർഷത്തെ ആഗ്രഹം 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ പോവാണ്. അപ്പോൾ ശരി, റോട്ടിൽ കാണാം നിങ്ങളുടെ സ്വന്തം ടിൻസോബ്രോ. അതിനു മുന്നേ ഞങ്ങൾ കോല ബീച്ചിലേക്ക് പോവാണ്. എൻ്റെ പേര് പറഞ്ഞില്ല, അഖിത. കാണാം റോട്ടിൽ. സൗത്ത് ഗോവ കുറെ അൺടച്ച്ഡ് ആണ് ആക്ച്വലി. പാൻടൈം ബീച്ച് ഒന്നും അത്ര എന്താ പറയാ, ഭയങ്കര സംഭവം ബീച്ചുകളൊന്നും അല്ല. കലങ്കൂട്ടും ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സംഭവം ബീച്ചുകളാണ്. പയ്യെ പോണേ. അയ്യോ, പശുക്കളൊക്കെ ചാടുന്നു പറയുന്നില്ല. നീ എങ്ങോട്ടാ? അവന്റെ ഒരു കൊമ്പ് കൊണ്ട തീരും നമ്മള്. കൊക്ക് ഐറ്റങ്ങളുടെ കൂടെ നടന്നു വരുമായിരുന്നു. അവര് നിന്നെ നോക്കിയാണോ ചിരിക്കണേ? മലയാളി പൊളിയല്ലേ. ഓക്കെ സുഹൃത്തുക്കൾ, അപ്പോൾ ഇതാണ് കോല ബീച്ചിലേക്ക് പോകുന്ന വഴി. നമ്മളവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു. മെയിൻ റോഡിൽ നിന്ന് ഗൂഗിൾ മാപ്സും ഇതേ വഴിയാണ് കാണിക്കുക. കാറുകളൊക്കെ വരുന്നുണ്ട്. അപ്പം 4 വീലർ നിങ്ങൾ വഴിയൊന്ന് നോക്കിയോ. 4 വീലറിന് പോകേണ്ട വഴി ഇങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല, കാറുകളൊക്കെ പോകുന്ന വഴിയാണ്. സൗത്ത് ഗോവയിൽ നമ്മൾ റോഡ്സ് ഒന്നും അത്ര ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് അല്ല. സൗത്ത് ഗോവ കുറച്ച് ഉറങ്ങി കിടക്കുന്ന സ്ഥലമാണ്. സോ പക്ഷേ രസമാണ്. എക്സാക്ട്ലി, നമുക്ക് ഇങ്ങനെ വെറുതെ ഒരു റോട്ടിൽ കൂടെ പോയി അങ്ങ് ബീച്ചിലോട്ട് ഇറങ്ങുന്നതിനേക്കാളും ഭയങ്കര രസം. യെസ്, ഈ വഴിക്കാണ്. എനിക്ക് പയ്യെ വരാൻ പറ്റുള്ളേ. ആണോ? ഓക്കെ. ഞാൻ അധികം ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യാതെ പോരുവാണ്. ബ്രേക്കിങ്ങിന്റെ മാത്രമല്ല, കാറുകാരുടെ എന്തിനാ പാഞ്ഞു പോകുന്നത്? ഒന്ന് ചവിട്ടി കൂടെ. അവൻ ലൈറ്റ് കിട്ടാൻ. സൊനേക്ക ഏതാന്നറിയാവോ? സൊനേക്ക നമ്മളാ ടെന്റ് സ്റ്റേ എന്ന് പറഞ്ഞ അതാണോ സൊനേക്ക? അതാണ് സൊനേക്ക വഴി. അത് അപ്പുറത്തേക്കാണോ? എന്റെ മോനെ, ഇത് കൊള്ളാലോ വഴി. വഴി മാറിയോലുണ്ട്. കണ്ടിന്യൂ ഫോർ 1.5 കിലോമീറ്റർ പറയുന്നുണ്ട്. വഴി മാറിയോ? അപ്പുറത്തേക്കായിരുന്നോ? ഇതെല്ലാം ആർക്കറിയാം. പോയി നോക്കാം. എന്താണല്ലോ വഴിയല്ലേ. ഇവിടെ വീടുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊരു മാതിരി മലയാണല്ലോ. 200 meters your destination will be on the left. ബ്ലൂ ലഗൂൺ തന്നെ. ഇതായിരുന്നു ബ്ലൂ ലഗൂൺ. അവിടെ ലഞ്ച് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം കേട്ടോ. ഓക്കെ. ഇവിടെ തന്നെ പാർക്കിംഗ്. നമുക്ക് വണ്ടി ഇവിടെ വെച്ചാലോ? Destination is on the left. ഇവിടെ വെക്കട്ടെ വണ്ടി? ഇവിടെ വെക്കാൻ പറ്റുള്ളായിരിക്കും. ബാഗൊക്കെ ഇവിടെ വെച്ചാൽ പോരെ? ബാഗൊക്കെ ഇവിടെ വെച്ചാൽ മതി. ഇവിടെ നിന്ന് ആരെടുത്തോണ്ട് പോവാൻ? താഴെ ബീച്ചെത്തി, തൊട്ട് താഴെ. ബാഗ് വലിച്ചു പൊട്ടുന്നു. അനങ്ങരുത്. അനങ്ങാതെ നിൽക്ക്. അനങ്ങരുത്. ആ കീറലില്ലേ, ആ കീറലിനകത്ത് ചൂപ്പിട്ടേണ്ട ഹാൻഡിൽ കയറിയിരിക്കും. എനിക്കതൊട്ടും മനസ്സിലാവണില്ല അങ്ങനെ കയറിയിരിക്കുന്നുണ്ടെന്ന്. കോല ബീച്ച്. അപ്പൊ ഇതാണ് കോല ബീച്ചിലോട്ട് പോകുന്ന വഴി കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അതിൻ്റെ മേലെയാണ്. സേഫ് ആണെന്ന് വിചാരിക്കുന്നു. ഹെൽമെറ്റും ജാക്കറ്റൊക്കെ നമ്മൾ ലോക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് പനാജിയിലേക്ക് പോകുന്ന വഴിക്ക് കോല ബീച്ചിൽ ഇറങ്ങി ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇവിടെ തെങ്ങും തോപ്പുള്ള ഡിഫറെൻ്റ് ആയിട്ടൊരു ബീച്ചാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം. How
tell when you've come to the end of the road? Do you drive past the signs till you find out there's nowhere to go? Now the look in your eyes doesn't feel right. Has something changed? Are we watching the sunset fall on our honeymoon phase? Caught in my head, I'm starting to wonder. ഞാൻ ആദ്യം ഈ കാണുന്ന ഹോട്ടലാണ് നോക്കിയത്. അപ്പൊ അതിന് 13,000 രൂപയായിരുന്നു. അപ്പുറത്താണെങ്കിൽ 3,000 രൂപ. തമ്മിൽ ഒരേ സീൻ ഒരേ കാര്യങ്ങൾ. അത് ബ്ലൂ ലഗൂൺ 3,000 രൂപ, ദ്വാരകയോ 13,000 രൂപ. അപ്പോൾ കോല ബീച്ചിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ നേരെ പറിച്ചു വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ പനാജിയിൽ കാണാം. നമ്മളെല്ലാവരും എടുത്തില്ലേ? ഓ, വാരട്ട് എടുത്തില്ല, നോക്കട്ടെ ഒരു മിനിറ്റ്. എടുത്തു പോലെ സെറ്റ് കേട്ടോ, സെറ്റ്. മുന്നിൽ പോയിക്കോ. നമ്മൾ വന്ന വഴി ഓർമ്മയുണ്ട്. വന്ന വഴി തന്നെ പോകണ്ട, വേറെ വഴിയൊന്നുമില്ല. ഞാൻ പയ്യെ വരുള്ളേ. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, ഞാൻ സ്ലോ ചെയ്യാം. എന്നാ CVRലേ നമുക്ക് ഈ സ്പോർട്സ് സ്റ്റാൻസ് അല്ലേ, അതായത് നമ്മൾ ഇറക്കം ഇറങ്ങുമ്പോൾ കയറ്റം കയറുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബാലൻസിലായിരിക്കുമല്ലോ കുറച്ചൊരു. പിന്നെ നമുക്കൊരു ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ട് പോവാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുള്ളതാണ്, എനിക്ക് തൊട്ട് മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ എൻ്റെതായ ബാലൻസ് എടുത്ത് പോകാൻ പറ്റില്ല. ചിലപ്പോൾ ചില വണ്ടിക്ക് ഒരു ഇത്തിരി സ്പീഡിൽ ചില സ്ഥലങ്ങൾ ഇറങ്ങിയാലേ അത് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ മെയിനായിട്ട് പുറകിൽ വരുന്നതിന്റെ റീസൺ അതാ. ഞാനേ പെട്ടെന്ന് ആവശ്യമില്ലാത്ത സമയത്ത്, അത് പുറകിലുള്ള ആളെ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ബ്രേക്ക് പിടിക്കുന്ന ആളാ. ഈ സൈഡ് കയറിപ്പോ. ഓ, വീണ്ടും എൻ്റെ മുഖത്തോട്ട് എന്തോ വീണു മോളിൽ. സ്കൂട്ടർ കൊണ്ട് പോകാൻ ഭയങ്കര പാടാട്ടോ. ഇവർക്കറിയില്ലല്ലോ ഇവിടെ സ്കൂട്ടർ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്ന അവിനാശൊക്കെ എങ്ങനെ പോയി സ്കൂട്ടർ കൊണ്ട്. എടി, എനിക്ക് ഇച്ചിരി വള്ളി താഴേക്ക് നീങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് എൻ്റെ വണ്ടീൻ്റെ. എൻ്റെ ബാഗാ? എൻ്റെ ട്രൈപോഡിൻ്റെ വള്ളി ഒന്ന് ഫ്രണ്ടിലേക്ക് പോയേ. ഇല്ല, അതൊരു കുഞ്ഞി, അതായത് നമ്മുടെ ഇൻഡിക്കേറ്ററിനേക്കാളും മുകളിൽ ഒരു ചെറുത് നിൽക്കണതാ. ബാക്കിയെല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റാണ്. ഓക്കെ, 80 രൂപയ്ക്കാണ് പെട്രോൾ ഇവിടെ. നാട്ടിലേക്ക് 6 रुपये കുറവ്. साथ में कर दो. साथ में रहने दो. कंटिन्यू कर दो. हाँ, कंटिन्यू करेगा, चलेगा. 13 കടലിൽ കൂടെയുള്ള പാലമാണത്. അടിപൊളി. അതിന്റെ വർക്ക് നടക്കുകയാണെന്ന്. അപ്പുറത്തും കേട്ടോ രസമുള്ള സംഭവം. അപ്പുറത്ത് ഞാൻ കണ്ടു വലിയ ക്രെയിനുകളൊക്കെ പൊളിയുന്നു. ഇത് പൊളിക്കും. ഗോവേന്റെ മുഖച്ചായ തന്നെ മാറ്റിയ പാലം. ശരിക്കും എന്ത് രസം. കടലിൽ കൂടെ പാലം. ഇതെനിക്ക് തോന്നുന്നു ഇവര് ഇത് ഉണ്ടാക്കുന്നത് മറ്റേ കമ്പി വലിക്കണ സാധനത്തിന് വേണ്ടിയിട്ടാണോ? കമ്പി വലിക്കണ സാധനം മറ്റേ ഇങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജ്, അതിനു വേണ്ടിയാണോ ഈ മോളിലേക്ക് ഇങ്ങനെ പണിതിട്ടേക്കുന്നത്? ഇതായിരിക്കണം, കാരണം ഇത്രയും വലിയ സാധനം. അതേട്ടോ, നീ പറഞ്ഞ ശരിയാ, അത് സസ്പെൻഷൻ ബ്രിഡ്ജ് പണിയുന്നേ. ഇത്രയും പൊക്കത്തിൽ അതങ്ങ് പണിതിട്ട് അതിന് ഓട്ടയിട്ടേക്കുന്ന കണ്ടോ? ഓട്ടയിട്ടേക്കുന്നതിന്റെ ആംഗിൾ ഒക്കെ കണ്ടോ കറക്റ്റ് ആയിട്ട്? സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ്. എന്തോ അത് ഇവിടെ പൊളിയായിരിക്കും കാണാൻ. അത് പൊളിയായിരിക്കും കേട്ടോ. ഞാൻ സ്റ്റക്കാട്ടോ. നോക്കിയാൽ അവര് വെക്കുന്ന നോക്കിയേ, 3-4 കഷ്ണങ്ങൾ ലോറിക്ക് കൊണ്ടുവന്ന വലിയ കോൺക്രീറ്റ് കഷ്ണങ്ങൾ മേലെ ക്രെയിനും കൊണ്ട് എടുത്ത് വെക്കും. അടിപൊളി, നൈസ്. അപ്പോൾ ഇനി പാലം കാണാൻ വേണ്ടിയിട്ട് ഗോവയിൽ വരേണ്ടി വരുമല്ലോ. ഗോവ ബേബി, ഗോവ. നീണ്ട നിരയായിട്ട് വണ്ടികൾ സൂര്യന്റെ വെളിച്ചടിച്ചിട്ട് നല്ല രസമുണ്ടല്ലേ.
പനാജി കാണാം. റൈറ്റ് മുംബൈ. റൈറ്റ് 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 പനാജി പനാജി പനാജി. നോ എൻട്രി ഫോർ 2 വീലേഴ്സോ എവിടെ? ഈ വഴിക്ക്. പണിമാളി മോനെ പണിമാളി. നമുക്ക് താഴെ കൂടെ ആയിരുന്നു പോകണ്ടേ. നമുക്ക് താഴെ കൂടെ ആയിരുന്നു പോകണ്ടേ. ആണോ? ഉറപ്പാണോ? ഇത് പ്രശ്നമുണ്ടോ? മിക്കവാറും പ്രശ്നമുണ്ടോ. നമ്മളെ പോലീസ് പിടിക്കും, നമുക്ക് ഫൈനും തരാൻ ചാൻസ് ഉണ്ട്. ആണോ? ഓ ഇതുപോലത്തെ സസ്പെൻഷൻ ഉണ്ടാക്കാനാണ് ആ സാധനം. ഓക്കെ ഗായ്സ്, നമ്മൾ പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എവിടുന്നേലും എക്സിറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോണം കേട്ടോ. ക്രൂയിസ് ഷിപ്പുകൾ കിടക്കണ്ടാണോ അത്? അവിടെയൊക്കെ അതിനകത്ത കസീനോ. നമ്മള് 3-4 കിലോമീറ്റർ വെറുതെ ഇവിടെ ഒരു കുന്തവും ഇല്ല. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച്. ഇനി നമുക്ക് യൂട്ടേൺ അടിക്കണം. എന്തിന്? ഇതൊന്നും അല്ല റോഡ്, താഴെ കൂടെ ആയിരുന്നു പോകേണ്ടത്. ഓ പിന്നെ എന്ത് ചെയ്യും? നീ കുറച്ച് കഴിയുമ്പോ യൂട്ടേൺ ഉണ്ട്, റൈറ്റ് സൈഡ് പിടിക്കേ. വാ എന്റെ കൂടെ വാ. അല്ല, ആ പോലീസുകാരൻ പി വിളിച്ചത് നമ്മളായിരുന്നോ? അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു പോലീസുകാരൻ വന്ന് പി വിളിച്ചത് നമ്മളായിരുന്നോ? അപ്പുറത്തെ സൈഡിൽ പോലീസുകാരനോ? ആയിരിക്കും ആയിരിക്കും ആയിരിക്കും. പുള്ളി പി വിളിച്ചായിരുന്നു. ചീത്ത വിളിച്ചായിരുന്നു. ഓ ബാക്കി ഫൈൻ അടച്ചില്ല. അല്ല, അയാൾ ഇനി വരും. ഇപ്പൊ നമ്മള് ചെല്ലുമ്പോ അയാള് പിന്നെയും പിടിക്കില്ലേ നമ്മളെ? അത് ചിലപ്പോ ഉണ്ടാവും. ഇപ്പൊ ചിലപ്പം ഇല്ല, അത് പ്രശ്നമില്ല. ഇനി നമുക്ക് ഇടത്തു കൂടെ അങ്ങ് പോയാൽ മതി. ഇടത്തു കൂടെ പോയാൽ മതി. അവിടെ 2 വീലേഴ്സ് നോട്ട് അലൗഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ പോകുന്നിടത്ത് ഫൈൻ പിടിക്കാറുണ്ട്. നമ്മുടെ ഒരു എന്റെ മിസ്റ്റേക്ക് ആണ് ആക്ച്വലി. ഇത് കണ്ടോ, നോ എൻട്രി അറ്റ് അഡൽറ്റ് സേതു ബ്രിഡ്ജ്, പെഡസ്ട്രിയൻ 3 വീലർ 2 വീലർ ബുള്ളോക്കാട്ട്. കേട്ടോ, കണ്ടോ? ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഗോവ മെയിൻ ടൗണിലേക്ക് എൻ്റർ ചെയ്തിരിക്കണം. നമുക്കിനി ഏകദേശം 2 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തുന്നു. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് വിവാന്ത ഹോട്ടലാണ്, വിവാന്ത ബൈ ടാജ്. സോ നമുക്ക് ടാജ് ഹോട്ടലിൽ പോകാനുള്ള ബഡ്ജറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ വിവാന്തയിൽ പോകുന്നു. പനാജി പറയണേ എന്തേലും ഒക്കെ. ഓക്കെ, അടുത്തൊരു ലെഫ്റ്റോട് കൂടിയിട്ട് നമ്മുടെ ഹോട്ടൽ വരികയാണ്. ഓക്കെ, വിവാന്ത ബൈ ടാജ്. വി ആർ അറ്റ് विवांता बाई ताज. हम लोग गाड़ी यहाँ पे रखेगा, फिर लगेज उतार के फिर वहाँ पे पार करेगा. चलेगा ना? ओके. ഇവിടെ വെച്ചോ, ഇങ്ങോട്ട് സൈഡിലേക്ക് വെച്ചോ. അല്ല ഓക്കെ, ബാഗ് വന്നു. നമ്മുടെ ബാഗ് 506 റൂം സജസ്റ്റ്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ വഴിക്ക്, നമ്മുടെ ലഗേജ് ആ വഴിക്ക്. അതിഭയങ്കരമായ ക്രിസ്മസ് സെറ്റപ്പ്. ഡോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയിരിക്കുന്ന റൂമാണിത് 506. അപ്പോൾ ഒരാൾ റൂമിൻ്റെ അകത്ത് നിങ്ങൾക്ക് റൂം ടൂർ കാണിക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. ഗോവയിലെ വിവാന്ത ഹോട്ടലിലെ ഒരു റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് തുണിയൊക്കെ തേക്കണം എന്നുണ്ടെങ്കിലുള്ള അയൺ ബോക്സും ബാക്കി അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ വിശാലമായ റൂമിലേക്ക് സ്വാഗതം. ഹലോ ഹലോ. ഇവിടെ ഒരു സ്പീക്കർ, ഇവിടെ ഒരു സ്പീക്കർ, അവിടെ ഒരു സ്പീക്കർ, അതിനുശേഷം അവിടെ ഒരു സ്പീക്കർ. ഓഹോ, ഇവിടെ എല്ലാവരും പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്, പേന കൊണ്ട് എഴുതാൻ പാടില്ലെന്നാണ് മമ്മി പറഞ്ഞിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് കോഡ്ലെസ്. ഓ മൈ ഗോഡ്, മൊബൈൽ ഫോൺ. ബ്രാവിയ ടി വി ഉണ്ട്, ഇവിടെ മിനി ബാർ ഉണ്ട്. കമണപടി ബാത്റൂമിൽ നമ്മൾ കിടന്ന് അത് ഞാൻ ഒറിജിനലായിട്ട് വേണ്ടതാണ്. സോറി ഫോർ ദ ഇൻറപ്ഷൻ. അവളെ ഒരു ചെറിയ ഹാസ്യവൽക്കരണ രൂപേണ ഒരു റൂം ടൂർ കാണിച്ചതേ ഉള്ളൂ. സംഭവം വെച്ചാൽ നല്ല നല്ല ഹോട്ടൽസിൽ ഞാൻ കുറേ നിന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കമ്പനീൻ്റെ വകയായിട്ട് ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നതുകൊണ്ട് നല്ല അടിപൊളി ഹോട്ടൽസിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൂട്ടി ഞങ്ങളുടെ ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗോവയിലൊക്കെ വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ നിൽക്കണം, വെറുതെ ഒരു അത് ബൈക്കൊക്കെ എടുത്ത് വന്നിരിക്കണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്താണ് ഇതൊക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ശരി, അപ്പോൾ എന്നാണെങ്കിലും നമുക്ക് അറിയില്ല ഇനി വൈകുന്നേരത്തെ പ്ലാൻസ് എന്താണെന്ന് പറയാം. നമ്മൾ ഭക്ഷണം കഴിക്കണം. അഗിത ക്യാമറേൻ്റെ പുറകിലുണ്ട്. അപ്പം ശരി, റോഡിൽ കാണാം നിങ്ങളുടെ സ്വന്തം ടിൻസോബ്രോ ആൻഡ് അഗിത ചെറിയൊരു
സെറ്റപ്പ് ആയിരുന്നു. നിങ്ങളെ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു ഗോവയിൽ. അപ്പോൾ ശരി, ബാക്കി കാഴ്ചകളുമായി അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും. ബൈ ബൈ. സുലാൻ, ടേക്ക് കെയർ. ബൈ ബൈ.